ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ വ്യോമസേന ഗാസ സിറ്റിയിൽ നടത്തിയ ആക്രമണത്തിൽ 22 പേർ മരിച്ചു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് സംഭവങ്ങൾ. ഇനി സമാധാനത്തിന്റെ പുലരി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഗാസയിൽ വീണ്ടും സമാധാന കരാർ ലംഘിച്ച ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഗാസ സിറ്റിയിലെ സബ്ര പ്രദേശം, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹം കൈമാറാൻ ഹമാസ് വൈകിക്കുന്നുവെന്ന കാരണം പറഞ്ഞാണ് നെതന്യാഹു വീണ്ടും കടന്നാക്രമണത്തിന് ഉത്തരവിട്ടത്. എന്നാൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള യന്ത്രങ്ങളും വിദഗ്ധ സംഘത്തെയും ഗാസയിൽ പ്രവേശിക്കുന്നതിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തി. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ചായിരുന്നു IDFന്റെ ആക്രമണം. അതേസമയം മേഖലയിൽ വെടിനിർത്തൽ നിലനിൽക്കുകയാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻ പറഞ്ഞു. എന്നാൽ വെടിനിർത്തലിന് നിലവിലെ സംഭവങ്ങൾ ഭീഷണിയല്ലെന്നും തങ്ങളുടെ സൈനികരെ ലക്ഷ്യം വെച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കണമെന്നുമായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. 68,527 പേരെ കൊലപ്പെടുത്തിയ 2 വർഷത്തെ വംശഹത്യയ്ക്ക് ശേഷം ഒക്ടോബർ 10-നാണ് അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് വെടിനിർത്തലിന് ധാരണയായത്. അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ കെയ്റോയിൽ നടന്ന ചർച്ചകളിലാണ് കരാറുണ്ടാക്കിയത്. ഇതോടെ സർവ്വതും നഷ്ടപ്പെട്ട നഗരത്തിലേക്ക് പലസ്തീൻകാർ ജീവൻ മാത്രം ബാക്കിയാക്കി മടങ്ങിയെത്തുകയായിരുന്നു. എന്നാൽ സമാധാന കരാർ ലംഘിച്ച ഇസ്രായേൽ പലതവണ ഗാസയ്ക്ക് മേൽ കടന്നാക്രമണം നടത്തി. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷമുണ്ടായ ഏറ്റവും വലിയ അക്രമ സംഭവമായിരുന്നു ഇതെന്ന് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.